ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. തന്റെ നിലപാടുകളിൽ എങ്ങനെ ഉറച്ചു നിൽക്കുന്നുവോ അതുപോലെ തന്നെ ആരാധകരുടെ മനസ്സിലും സ്ഥാനം നേടിയ വ്യക്തിയാണ് തമിഴ് നടൻ വിജയ്. കേന്ദ്ര സർക്കാരിനെതിരെ തന്റെ സിനിമകളിലൂടെ ശബ്ദമുയർത്തിയ വിജയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആദായ നികുതി വകുപ്പിനെയും കൂട്ടുപിടിച്ച് ഒരു നാടകം കളിച്ചിരുന്നു. 30 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും അനധികൃതമായി സമ്പാദിച്ച ₹1 പോലും കണ്ടെത്താൻ ആദായ നികുതി വകുപ്പിന് സാധിച്ചില്ല. ഭീഷണി കഴിഞ്ഞാൽ അടുത്ത അടവ് അക്രമമാണ്. ഇതിനായി പരിശീലനം ലഭിച്ച BJP പ്രവർത്തകർ നേരെ ചെന്നത് വിജയ് നായകനായി അഭിനയിക്കുന്ന പുതിയ ചിത്രമായ മാസ്റ്ററിന്റെ ലൊക്കേഷനിലേക്കാണ്. BJPയുടെ ഈ നീക്കം മുൻകൂട്ടി കണ്ട വിജയ് ആരാധകർ BJP പ്രവർത്തകർക്ക് ഓടാനുള്ള കണ്ടവും തയ്യാറാക്കി വെച്ചിരുന്നു. സിനിമാ ലൊക്കേഷനിലെ ചിത്രീകരണം തടസ്സപ്പെടുത്താനായി പ്രതിഷേധവുമായി വന്ന BJP പ്രവർത്തകർ വിജയ് ആരാധകരുടെ പ്രതിരോധം കണ്ട് പേടിച്ചോടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിലും ആശയത്തെ ആശയപരമായി എതിർക്കാനുള്ള കഴിവൊന്നും BJPക്ക് പണ്ടേയില്ല. ഇപ്പോൾ ആൾബലവും ചിലവാകുന്നില്ല എന്നതാണ് വാസ്തവം. വിജയ് നായകനായ മാസ്റ്റർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പ്രതിഷേധമുയർത്തി ചിത്രീകരണം തടസ്സപ്പെടുത്താനുള്ള BJP നീക്കമാണ് പാളിയത്. വിജയ് ഫാൻസ് പ്രതിരോധം തീർത്തതിന് പിന്നാലെയാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ കമ്പനിക്കകത്തെ മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണം തടസ്സപ്പെടുത്താനുള്ള നീക്കം BJP ഉപേക്ഷിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം വിജയ് സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് നൽകരുതെന്നും ചിത്രീകരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു BJP പ്രതിഷേധം. ആദായ നികുതി വകുപ്പിന്റെ 30 മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം ഫെബ്രുവരി 7-ന് വിജയ് നെയ്വേലി ലൊക്കേഷനിൽ ജോയിൻ ചെയ്തതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ കൊടികൾ ഉയർത്തി പ്രതിഷേധിച്ചത്. വിജയ് ലൊക്കേഷനിൽ തിരിച്ചെത്തിയാൽ സ്വീകരിക്കാൻ നിന്നിരുന്ന മക്കൾ ഇയക്കം എന്ന വിജയ് ഫാൻസ് അസോസിയേഷൻ എതിർ മുദ്രാവാക്യവുമായി പ്രതിഷേധക്കാരെ നേരിട്ടു. പിന്നാലെ പോലീസും നിലയുറപ്പിച്ചു. നെയ്വേലി NLC ക്യാമ്പസിൽ ഷൂട്ടിംഗ് അനുമതി 10 ദിവസത്തേക്ക് മാത്രമായതിനാൽ ചിത്രീകരണം വേഗത്തിൽ പൂർത്തിയാക്കാനായിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ തീരുമാനം. ഇക്കാര്യം മനസ്സിലാക്കിയാണ് BJP പ്രവർത്തകർ വെള്ളിയാഴ്ച മുതൽ ലൊക്കേഷൻ ഉപരോധിക്കാൻ തീരുമാനിച്ചത്. വിജയ് ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി എത്തുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ BJP തീരുമാനം മാറ്റി ഉപരോധത്തിൽ നിന്ന് പിൻവലിയുകയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ക്യാമ്പസിലെ കൽക്കരി ഖനി ഷൂട്ടിങ്ങിനായി വിട്ടുകൊടുക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതായാണ് BJP സമരത്തിന് കാരണമായി BJP പറഞ്ഞത്. NLC മെയിൻ ഗേറ്റിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉപരോധിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചത്. മെയിൻ ഗേറ്റിന് മുന്നിൽ BJP പ്രവർത്തകരും വിജയ് ഫാൻസും തമ്മിൽ ഇടഞ്ഞത് പോലീസ് ഇടപെട്ടാണ് പരിഹരിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.